ഹലോ ഫ്രണ്ട്സ്, ഈ വർഷത്തെ അഗസ്ത്യർകൂടം ട്രെക്കിങ്ങിനെ പറ്റിയാണ് ഈ വീഡിയോ. ഞങ്ങളൊരു 9 മണിക്ക് റിപ്പോർട്ട് ചെയ്തു. ഇതൊക്കെ ചെക്കിൻ കാര്യങ്ങളാണ്. ഇതൊക്കെ നമ്മുടെ പാസും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യും. അതിനുശേഷം ഒരു വടി വാങ്ങണം. എല്ലാവരും 20 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഒരു വടി കിട്ടും. അത് ലഗേജ് ചെക്കിംഗ് ആണ്. പ്ലാസ്റ്റിക് അങ്ങനത്തെ ഐറ്റംസ് ഒന്നും പാടില്ല അവിടെ. പിന്നെ ഞങ്ങൾ ട്രെക്കിംഗ് സ്റ്റാർട്ട് ചെയ്തു. നല്ല ദൂരോട്ട് നടക്കാൻ വേണ്ടിയിട്ട് കാഴ്ചകളൊക്കെ കണ്ട് നടക്കുകയാണ്. നല്ല രീതിയിലുള്ള കയറ്റവും പിന്നെ കുറേ നിരപ്പായ സ്ഥലങ്ങളൊക്കെ ഉണ്ട് നടക്കാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ടിങ്ങിൽ. ഇവിടെയൊക്കെ ഒരുപാട് വെള്ളച്ചാട്ടങ്ങളും സ്ട്രീംസൊക്കെ ഉണ്ട്. സൂക്ഷിക്കുക, കാലിൽ നിന്നിട്ട് സ്ലിപ്പ് ചെയ്യും. നല്ല ചരക്കലുണ്ട്. ഇതാണ് മുത്തുപാണ്ടി, നമ്മുടെ ഗൈഡാണ്. പുള്ളിക്കാരൻ ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ട്. 70 വയസ്സുണ്ട്. പക്ഷേ പുള്ളിക്കാരൻ ഷൂസിൻ്റെ ഒന്നും ആവശ്യമില്ല. പുള്ളിക്കാരൻ അടിപൊളിയാണെന്ന് പോയത്. ഞങ്ങളങ്ങനെ നടന്ന് കയറ്റമൊക്കെ കയറി കാഴ്ചയൊക്കെ കണ്ട്. ഇതാണ് ഇവിടുത്തെ ഒരു ഹാർഡസ്റ്റ് പാട്ട്. ഒരു മുട്ടക്കുന്നിൽ 11:30 ഞങ്ങളിവിടെ എത്തി. നല്ല വെയിലാണ്. ഒതുങ്ങി നിൽക്കാനും സ്ഥലമില്ല. അതിൻ്റെ ക്ഷീണം എല്ലാവരുടെയും മുഖത്ത് കാണാനുണ്ട്. ഒരുപാട് നല്ല രീതിയിലുള്ള കയറ്റവും ഒക്കെ ഉണ്ട്. പക്ഷേ വ്യൂ ഒട്ടും രക്ഷയില്ലാത്ത വ്യൂ ആണ്. അവിടെ എത്തിക്കഴിഞ്ഞാൽ നല്ല വ്യൂ ആണ്. വെയിൽ നന്നായിട്ട് അടിക്കുന്നുണ്ട് വെയിൽ. അതിനുശേഷം ഞങ്ങൾ ബേസ് ക്യാമ്പിനോട് വീണ്ടും ഇനി 7 കിലോമീറ്റർ ഫസ്റ്റ് ദിവസം നടത്താമെന്ന് പറയുമ്പോൾ ബേസ് ക്യാമ്പിൽ എത്തുന്നതിന് 16 കിലോമീറ്റർ ഉണ്ട്. നമ്മളൊരു 9 കിലോമീറ്റർ കഴിഞ്ഞ് ഇനി 7 കിലോമീറ്റർ. അങ്ങനെ ഞങ്ങൾ ഈവനിങ് ഒരു 4 മണിയോടുകൂടി ബേസ് ക്യാമ്പിലെത്തി. ആ കാണുന്നതാണ് ഷെഡ്. നമുക്ക് കിടക്കാൻ വേണ്ടിയിട്ട് അവിടെ കിടക്കേണ്ട സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ഇലക്ട്രിസിറ്റി ഒന്നുമില്ല. ഇലക്ട്രിസിറ്റി 7 മണി മുതൽ ഒരു 9 മണി ഇലക്ട്രിസിറ്റി ഉണ്ടാവും. റേഞ്ച് ഇടയ്ക്ക് കിട്ടും. നമ്മളൊരു കുളിയൊക്കെ കഴിച്ച് ഇങ്ങനെ അവിടുത്തെ കാഴ്ചയൊക്കെ കണ്ട് നടന്ന് തിരിച്ച് നമ്മൾ ഷെഡിലെത്തി. ഇതാണ് അവിടുത്തെ ഡിന്നർ. കഞ്ഞിയും പയർ അച്ചാറൊക്കെ ഉണ്ടായിരുന്നത്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ പിറ്റേ ദിവസം നമ്മുടെ ലാസ്റ്റ് ഡെസ്റ്റിനേഷനിലേക്ക് കയറിയാണ്. ഇതാണ് ഫോറസ്റ്റ് വാർഡൻ ആദ്യം പോയിട്ട് അനിമൽസിൻ്റെ പ്രസൻസ് ഉണ്ടോ എന്നൊക്കെ നോക്കി ക്ലിയറൻസ് തന്നിട്ട് നമുക്ക് പുള്ളിയുടെ ബാക്കിൽ നിന്ന് പോകാൻ പാടുള്ളൂ. ഇതാണ് കയറ്റം. നല്ല രീതിയിലുള്ള ഒരു 6 കിലോമീറ്റർ കയറ്റം. നന്നായിട്ടുള്ള കയറ്റമാണിത്. വളരെ ബുദ്ധിമുട്ടാണ്. നല്ല വഴുക്കലുണ്ട്. പിന്നെ കുറേ ഇടത്തൊക്കെ കയറൊക്കെ പിടിച്ച് കയറാൻ പറ്റുള്ളൂ. വെള്ളമൊക്കെ ഇവിടെ നിന്ന് എടുത്ത് കൊള്ളാം. പിന്നെ മുകളിലോട്ട് പോയി വെള്ളം കിട്ടാൻ പാടാണ്. പക്ഷേ നമ്മൾ എത്ര കഷ്ടപ്പെട്ട് മുകളിലോട്ട് കയറുമ്പോൾ ലാസ്റ്റ് എത്തുമ്പോഴുള്ള വ്യൂ ആണ് ഈ കാണുന്നത്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വ്യൂ ആണിത്. ബോൺസായി കാടൊക്കെ നമുക്ക് നേരിട്ട് അനുഭവിച്ചറിയാം. അതൊക്കെ ശരിക്കും ലൈഫിൽ വൺ ടൈം കാണേണ്ടത് തന്നെ കാഴ്ചയാണ്. പക്ഷേ ഇവിടെ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇങ്ങനത്തെ ചെറിയ ഇടുങ്ങിയ വഴികളൊക്കെ ഉണ്ട്. അതുപോലെ കയറുപിടിച്ച് 3 സ്ഥലത്തിങ്ങനെ നമ്മൾ കയറുപിടിച്ച് കയറണം. വ്യൂ ഉണ്ടോ? കാല് സ്ലിപ്പാതെ പ്രത്യേകം ശ്രദ്ധിക്കണം എല്ലാവരും. അതിനുശേഷം ഞങ്ങൾ മുകളിലെത്തി. ഇതാണ് അവിടുത്തെ അഗസ്ത്യർമുനിയുടെ വിഗ്രഹം. ബുക്കിങ്ങിനെ പറ്റി അറിയാൻ വേണ്ടി നമ്പറിലോട്ട് വിളിച്ചാൽ മതി. താങ്ക് യു സോ മച്ച്.